എല്ലാവർക്കും ഒ.ഐ.ടിയുടെ തൊഴിൽ വാർത്തയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ നോക്കുന്ന RPF റിക്രൂട്ട്മെന്റ് 2024 കുറിച്ചാണ്. അപ്ലൈ ഓൺലൈൻ ഫോർ 4,660 കോൺസ്റ്റബിൾ ആൻഡ് സബ് ഇൻസ്പെക്ടർ SI പോസ്റ്റിനെ കുറിച്ചാണ്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. Railway Protection Force RPF has released the job notification regarding filling of constable and sub-inspector SI job vacancy. The government organization invite online application from the eligible candidates have required qualification. Thus, 4,660 constable and sub-inspector SI posts are Kerala. The eligible candidates can apply for the post through online. നമുക്ക് ഹൈലൈറ്റ്സിലേക്ക് പോകാം. ഓർഗനൈസേഷൻ നെയിം റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആണ്. പോസ്റ്റ് നെയിം കോൺസ്റ്റബിൾ ആൻഡ് സബ് ഇൻസ്പെക്ടർ ആണ്. സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. അതുപോലെ വേക്കൻസി വരുന്നത് 4,660 ആണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ഡേറ്റ് ആണ് പറയുന്നത്. ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ May 14 ആണ് പറയുന്നത്. വേക്കൻസി ഡീറ്റെയിൽസ് കോൺസ്റ്റബിൾ 4,208 വേക്കൻസി ആണുള്ളത്. സബ് ഇൻസ്പെക്ടർ 452 വേക്കൻസി ആണുള്ളത്. അതുപോലെ സാലറി ഡീറ്റെയിൽസ് കോൺസ്റ്റബിളിന് 35,400 പെർ മന്ത് ലഭിക്കുന്നു. സബ് ഇൻസ്പെക്ടർക്ക് 21,700 ആണ് പെർ മന്ത് ലഭിക്കുന്നത്. ഏജ് ലിമിറ്റ് ചോദിക്കുകയാണെങ്കിൽ 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ളവർക്ക് ഫോർ കോൺസ്റ്റബിൾ ആപ്ലിക്കേഷൻ വയ്ക്കാൻ സാധിക്കും. ഫോർ സബ് ഇൻസ്പെക്ടർക്ക് 20 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ളവർക്ക് ആപ്ലിക്കേഷൻ വയ്ക്കാൻ. അതുപോലെ ഏജ് കാറ്റഗറി SC/ST ആണെങ്കിൽ 5 വയസ്സ് വരെ ഇളവ് ലഭിക്കുന്നതാണ്. അതുപോലെ OBCക്ക് 3 വയസ്സ് വരെയും PWD 10 വയസ്സ് വരെയും ഇളവ് ലഭിക്കുന്നതാണ്. അതുപോലെ ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഗ്രാജുവേഷനാണ് സബ് ഇൻസ്പെക്ടർക്ക് ആപ്ലിക്കേഷൻ വയ്ക്കാനുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത്. കോൺസ്റ്റബിളിന് 10th പാസ്സാണ് ചോദിക്കുന്നത്. അതുപോലെ ആപ്ലിക്കേഷൻ ഫീ UR OBC EWS എന്നുള്ളവർക്ക് ജനറലിന് 500 രൂപയും SC/ST PWD വിഭാഗക്കാർക്ക് 250 രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് പറയുന്നത്. സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റ് അങ്ങനെയാണ്.